നമുക്കൊരു തുള്ളി വെളിച്ചെണ്ണ ചേർക്കാതെ ഒരു അടിപൊളി കോക്കനട്ട് ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം. അതിനായി മിക്സിയുടെ ഒരു ജാറിലേക്ക് ഒരു 15 വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, കുറച്ച് പുതിന, കുറച്ച് മല്ലിച്ചപ്പ്, ഒരു 4 വറ്റൽമുളക്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് വെള്ളം ചേർത്ത് നല്ലവണ്ണം അരച്ചെടുക്കാം. ഈ മസാല ഫ്രൈ ചെയ്യാൻ വെച്ച ചിക്കനിലേക്ക് നല്ലവണ്ണം കുഴച്ച് കൊടുക്കാം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി. ഒരു ചട്ടി ഗ്യാസിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടായി വന്നാൽ ഇത് ഇളക്കി കൊടുക്കാം, മറച്ചിട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് അത് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വെള്ളമൊക്കെ വറ്റി വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്കുള്ള കോക്കനട്ട് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 പിടി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 2 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 നുള്ളു പെരിഞ്ജീരകം, 2 ഗ്രാമ്പു, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് നമ്മൾ ക്രഷ് ചെയ്ത തേങ്ങ ഇതിൽ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ വറുത്തെടുക്കാം. വറുത്ത് വന്ന തേങ്ങയിലേക്ക് നമുക്ക് വേവിച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചിക്കനും കൂടി നമുക്ക് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കാം. ഫ്രൈ ചെയ്ത പാനിലേക്ക് 1 സ്പൂൺ വെള്ളം ഒഴിച്ച് അതുകൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്താൽ ഈ തേങ്ങയൊക്കെ ചിക്കൻ്റെ മേലെ നല്ലോണം പിടിച്ച് വരും. ഫ്ലെയിം കൂട്ടി വെച്ച് ഇളക്കി യോജിപ്പിച്ച് കൊണ്ടേയിരിക്കാം. ഇതാ നമ്മുടെ കോക്കനട്ട് ചിക്കൻ ഫ്രൈ റെഡി. ഈ ഓയിൽ ചേർക്കാത്ത ചിക്കൻ ഫ്രൈ ഇഷ്ടമായവർ ആർ സ്പൈസസ് എന്ന ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.